പെൻഷൻ ഔദാര്യമല്ല അവകാശമാണ് എന്ന നിർവചനത്തെ ഇല്ലാതാക്കാനുള്ള പിണറായി സർക്കാരിൻ്റെ ഗൂഢശ്രമം അവസാനിപ്പിക്കണമെന്നും നവകേരള സദസ്സിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തുകയാണെന്നും അഴിമതിയും ധൂർത്തുമാണ് സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമെന്ന് AICC അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കായംകുളം നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ ഔദാര്യമല്ല അവകാശമാണ് എന്ന നിർവചനത്തെ ഇല്ലാതാക്കാനുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ ഗൂഢശ്രമം അവസാനിപ്പിക്കണമെന്നും നവകേരള സദസ്സിന്റെ പേരിൽ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിമാരും ഓരോ മണ്ഡലത്തിൽ നിന്നും പണപ്പിരിവ് നടത്തുന്ന ജോലിയാണ് നടത്തുന്നതെന്നും അഴിമതിയും ധൂർത്തുമാണ് സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമെന്നും AICC അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം പറഞ്ഞു. സർവീസ് ജീവനക്കാരും പെൻഷൻ സംഘടനാ നേതാക്കന്മാരും ഉയർത്തുന്ന ആവശ്യങ്ങൾ തികച്ചും ന്യായയുക്തമാണ്. പെൻഷൻ പറ്റി ജീവിതത്തിൻ്റെ വസന്തകാലം മുഴുവൻ സർക്കാരിന് വേണ്ടിയും സംസ്ഥാനത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും സേവനമനുഷ്ഠിച്ച സഹോദരീ സഹോദരന്മാർ പെൻഷൻ പറ്റി കഴിയുമ്പോൾ അവരെ സർക്കാർ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം, ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യം, രോഗം പിടിപെട്ടാൽ ആശുപത്രിയിൽ പോയാൽ മെഡിസപ്പ് ആനുകൂല്യം കിട്ടാത്ത സാഹചര്യം, ഇങ്ങനെ നിരവധിയായ വിഷയങ്ങളെ നേരിടുമ്പോൾ നിങ്ങളുടെ ഈ പോരാട്ട മുഖങ്ങൾക്ക് എല്ലാവിധമായ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുക. സംസ്ഥാന ഗവൺമെൻറ് ജനവിരുദ്ധ കാര്യങ്ങളിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി പറയുവാൻ കഴിയാത്ത ഭരണകൂടം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നവകേരള യാത്ര എന്ന മുഖ്യമന്ത്രിയുടെ യാത്രാ പരിപാടി സർക്കാരിൻ്റെ ഖജനാവിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനങ്ങളിൽ ഒന്നും തന്നെ പൊതുജനങ്ങളുടെ പരാതിയല്ല സ്വീകരിക്കുന്നത്, പരാതിക്ക് പകരം അപേക്ഷ സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. രാജഭരണകാലത്തെ രാജാക്കന്മാരെ പോലെ തന്നെ തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ഇതിനേക്കാൾ ഭേദമായിരുന്നു. പ്രജാക്ഷേമ തൽപരരായ രാജാക്കന്മാർ പ്രജകൾക്കൊരു അപകടം പറ്റിയാൽ അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ചാൽ നെഞ്ചത്തടിച്ചുകൊണ്ട് എൻ്റെ പ്രജ എന്ന് പറയുന്ന ഒരു പഴയകാലം തിരുവിതാംകൂറിലെ രാജാക്കന്മാർക്കുണ്ടായിരുന്നു. എന്നാൽ തിരുവിതാംകൂർ രാജാക്കന്മാരെ സ്മരിക്കുന്ന നമ്മുടെ മുന്നിൽ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അഭിനവ രാജാവ് പിണറായി തമ്പുരാൻ്റെ പര്യടനം, ഈ പര്യടന സ്ഥലത്തുകൂടി വെള്ളക്കതറിട്ടുകൊണ്ടോ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടോ ആര് പോയാലും അവർക്കെല്ലാം ഗുണ്ടകൾ മുഖ്യമന്ത്രിയോടൊപ്പം യാത്ര ചെയ്യുന്ന ഗുണ്ടാസംഘത്തിൻ്റെയും പോലീസിൻ്റെയും മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കായംകുളം നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയോജക മണ്ഡലം പ്രസിഡന്റ് M. അബ്ദുൽ ഹക്കിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ T. സൈൻലാബ്ദീൻ, ചിറപ്പുറത്ത് മുരളി, പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി R. കുമാരദാസ്, ജില്ലാ പ്രസിഡന്റ് B. ഹരിഹരൻ നായർ, ജില്ലാ സെക്രട്ടറി A. സലീം, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ A. മുഹമ്മദ് ഷെരീഫ്, C. വിജയൻ, D. ബാബു, ജില്ലാ ട്രഷറർ B. പ്രകാശൻ, വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് L. ലതാകുമാരി, വനിതാ ഫോറം ജില്ലാ സെക്രട്ടറി K. ജയശ്രീ, നിയോജകമണ്ഡലം സെക്രട്ടറി P. കൃഷ്ണകുമാർ, സംസ്ഥാന കൗൺസിലർ പ്രൊഫസർ S. ചന്ദ്രശേഖരപിള്ള, ജില്ലാ വൈസ് പ്രസിഡന്റ് C. മോഹനച്ചൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം G. മോഹനൻപിള്ള, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ B. ശ്രീകുമാർ, പ്രൊഫസർ സുരേഷ് ആമ്പക്കാട്, എർവിൻ ഫെർണാണ്ടസ്, പ്രൊഫസർ M. ജലാലുദ്ദീൻ കുഞ്ഞ്, C. രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. CDZ ന്യൂസ് കായംകുളം.